ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ +2 അക്കൗണ്ടൻസിയിലെ AFSയുടെ ഫസ്റ്റ് ചാപ്റ്ററായ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലാണ്. നമുക്ക് ഈ ഒരു പോർഷനിൽ ഏറ്റവും ഈസി ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ഇത് തന്നെയാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ബിസിനസ് സ്റ്റഡീസും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംഭവങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ വരുന്നത് എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നാണ്. എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെച്ചേക്കണം. എന്നെന്ന് എഴുതാം നമുക്ക്. കമ്പനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ഹോലോ ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓൺ ഓണർ വിത്ത് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ കറക്റ്റ് എക്സാക്റ്റ് ഇതുപോലെ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. ഇതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ഒരു കമ്പനി, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്? ഒരു ലോ വഴി ക്രിയേറ്റ് ആയി വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിനെന്തുണ്ട്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് എന്ന് പറയുമ്പം പേഴ്സൺ, ആ ഒരു ഇതിൻ്റെ ഓണർ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഒരു ഓണർ ഉണ്ടല്ലോ, ആ ഓണറും ആ ഒരു ബിസിനസ്സിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വിത്ത് ഓണർ വിത്ത് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. അപ്പം ആ ഒരു ഓർഗനൈസേഷൻ എന്തുണ്ട്? ഒരു കോമൺ സീൽ ഉണ്ട്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ലോ ആയിട്ട് ക്രിയേറ്റ് ആയി വരുന്നൊരു ഒരു സംഭവമാണ് ആ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ബോഡി കോർപ്പറേറ്റ് ആണ്. ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലോ പ്രകാരമാണല്ലേ, ഒരു നമ്മുടെ കമ്പനിയിൽ ഒരു പ്രൊവിഷൻ പ്രകാരമാണ് ഈ ഒരു ബിസിനസ്, ഈ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നിലവിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ. ദെൻ നെക്സ്റ്റ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. പേഴ്സൺ സെപ്പറേറ്റ്, നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർ സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിന് സെപ്പറേറ്റ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഓക്കെ, സാങ്കല്പികമായ ഒരു വ്യക്തിയായിട്ടാണ് എന്ത് കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അവിടുത്തെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ ഓണേഴ്സിന്, ആ ഒരു കമ്പനിയിലെ ഓണേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയെ സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റി, ബാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഓണേഴ്സ് അത് അവരുടെ സ്വന്തം പൈസ കൊണ്ട് അടച്ചു തീർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബിസിനസ് അതുകൊണ്ട് അതാണ് പറയുന്നത്, ബിസിനസ്സിനെ ഓണേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി കഴിഞ്ഞ് വരുന്നത് പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോ പ്രകാരമാണ്, ലോയുടെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് ഈ ഒരു കമ്പനി ബോൺ ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ ഒരു കമ്പനി എപ്പോൾ അവസാനിപ്പിക്കണം എന്നുള്ളതും ലോ അനുസരിച്ചിട്ടേ നടക്കത്തുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓണറോ എന്തെങ്കിലും ഡെത്ത് സംഭവിക്കുക എന്തെങ്കിലും ചെയ്തതെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യത്തില്ല, ആ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും പറ്റത്തില്ല, ആ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരിക്കലും എന്ത് ചെയ്തില്ല, പൂട്ടി പോകത്തില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് കോമൺ സീലാണ്. ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും ആ ഒരു കമ്പനിക്ക്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് എപ്പോഴും ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. പബ്ലിക് ലിമിറ്റഡ്, ദീ ഷെയർസ് ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഷെയർസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഷെയർസ് വാങ്ങി, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഷെയർ വാങ്ങി വെച്ചേക്കാണ്. എനിക്കിത് എന്ത് ചെയ്യും, മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും, പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓർ മേ ബി സ്യൂഡ് എന്ന് പറയുമ്പോൾ, എനിക്ക് മേലിൽ ഒരാൾക്ക് എനിക്ക് മേലിൽ എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് മേലിൽ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ പേരിലോ മറ്റൊരു പേഴ്സൻ്റെ പേരിലോ കേസ് ഫയൽ ചെയ്യാനോ സാധിക്കും. ഇത് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ പേരിൽ ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പേരിൽ എനിക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് മറ്റാരുടെയെങ്കിലും പേരിൽ കേസ് ഫയൽ ചെയ്യാനോ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റലാണ്. ഓക്കെ, ക്യാപിറ്റൽ ഷെയർസ് വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ക്യാപിറ്റൽ റേസ് ആവുന്നത്. ദെൻ മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് ഷെയർ ഹോൾഡേഴ്സ് വഴി ഇലക്ട് ചെയ്യുന്ന കുറച്ച് പേരായിരിക്കും ഈ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ്. ഇതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയായിരുന്നു? ബോഡി കോർപ്പറേറ്റ്, സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ്, മെമ്പേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, പെർപെക്ച്വൽ സക്സഷൻ, ലോ ബൈ ക്രിയേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ എത്ര നാളെ നിലനിൽക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആ ഒരു കമ്പനി. അതുപോലെ തന്നെ ഒരു മെമ്പർ മരിച്ചെന്ന് കരുതിയിട്ട് ഒരു മെമ്പറിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് കരുതിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ മുഴുവനായിട്ട് എന്ത് ചെയ്യത്തില്ല, പൂട്ടിപ്പോകത്തില്ല.
ദെൻ നെക്സ്റ്റ് വരുന്നത് കോമൺ സീൽ ഉണ്ടായിരിക്കും. പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്കും ഒരാളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാനും, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാനും സാധിക്കും. ദെൻ ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൈൻഡ്സ് ഓഫ് കമ്പനിയാണ്. കമ്പനീസ് ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, ലയബിലിറ്റിയുടെ ബേസിൽ കമ്പനീസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസും, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും, അൺലിമിറ്റഡ് കമ്പനിയുമാണ് വരുന്നത്. ഓക്കെ, അപ്പം കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന ഒരാൾ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് വലിയൊരു ബാധ്യത വരുവാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഷെയർസ് ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ആർക്കാ എ എന്ന് പറയുന്ന ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, ആ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു ഷെയർസിൻ്റെ ഒരു എമൗണ്ട് മാത്രമേ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. എന്ത്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് എന്തെങ്കിലും വലിയ ബാധ്യത വന്നാൽ. മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് അതാണ് എന്ത്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ദീസ് ആർ ദ കമ്പനീസ് ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ്. ഓക്കെ, ലയബിലിറ്റി ബാധ്യത എത്ര വരെ, ആ മെമ്പേഴ്സിൻ്റെ ബാധ്യത എത്ര വരെ ലിമിറ്റഡ് ആവുന്നുള്ളൂ, ആ ഒരു ഷെയർസ് എത്രയാണോ ആ ഷെയർസിൻ്റെ എമൗണ്ട് മാത്രമായിരിക്കും മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ആ ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് ഒരു ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും, ലയബിലിറ്റി എന്തെങ്കിലും വരുന്ന ടൈമിൽ എൻ്റെ ഷെയർസ് പ്ലസ് ഇന്ന ഒരു എമൗണ്ടും കൂടിയിട്ട് ഞാൻ തന്നേക്കാം എന്ന് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇൻ കേസ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദേ അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ഇൻ ദി ഇവൻറ്റ് ഓഫ് ദ കമ്പനി ബീയിങ് വൂണ്ട് അപ്പ്. ഓക്കെ, അതാണ് ദ മോസ്റ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ഓഫൺ ഫോളോ ദിസ് പാറ്റേൺ. സച്ച് കമ്പനീസ് മേ നോട്ട് ബി ഹാവ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പം കൂടുതൽ കമ്പനീസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഈ ഒരു ഗ്യാരണ്ടീഡ് ഷെയർസ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ വരുന്നത് അൺലിമിറ്റഡ് കമ്പനിയാണ്. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും ലയബിലിറ്റി ഒന്നുമില്ല, ലയബിലിറ്റിയും അവർ എന്ത് ചെയ്യത്തില്ല, എന്തെങ്കിലും ബാധ്യത വന്ന് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് എന്തെങ്കിലും ബാധ്യത വന്നാൽ അവരുടെ ഷെയർസും കൊടുക്കില്ല, ഒരു എമൗണ്ടും കൊടുക്കത്തില്ല. അതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം, ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിൽ നമ്മുടെ കമ്പനീസിനെ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് 1% കമ്പനി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയ എന്താണ്, ലയബിലിറ്റിയുടെ ബേസിലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിൽ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് 1% കമ്പനി എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനി അല്ലാത്തല്ല എന്താണ്, പബ്ലിക് കമ്പനിയാണ്. ദെൻ ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ സബ്സിഡറി ഓഫ് എ പ്രൈവറ്റ് കമ്പനി. ഒരു പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ സബ്സിഡറി അല്ല. ഓക്കെ, അപ്പോൾ സബ്സിഡറി കമ്പനി അല്ല. സബ്സിഡറി കമ്പനി എന്താണെന്നുള്ളത് താഴോട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാം പബ്ലിക് കമ്പനിയാണ്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനി ഒരിക്കലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ എന്തായിരിക്കത്തില്ല, സബ്സിഡറി ആയിരിക്കത്തില്ല. സബ്സിഡറി എന്താണെന്നുള്ളത് പറയാം കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും റെസ്ട്രിക്ട് ദ റൈറ്റ് ഓഫ് ഷെയർ ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, എന്ന് പറയുമ്പോൾ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പബ്ലിക് കമ്പനിയുടെ കേസ് നേരത്തെ പറഞ്ഞപ്പോഴേക്കും പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഹാവ് 2% എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് 1% കമ്പനി. 1% കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ മിനിമം 2 പേരെന്നെങ്കിലും ആ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മെമ്പേഴ്സായിട്ട് വേണം. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിയുടെ പ്രൈവറ്റ് കമ്പനി. ദെൻ 1% കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താണ്, കമ്പനീസ് ത്രൂ ആക്ട് 2013 പ്രകാരമാണ് ഈ ഒരു 1% കമ്പനി വന്നേക്കുന്നത്. ഒരു മെമ്പർ മാത്രമേ കാണത്തുള്ളൂ, അവരായിരിക്കും എല്ലാ ആക്ടിവിറ്റീസും അവിടെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓൺ ദ ബേസ് ഓഫ് അതർ കമ്പനി ക്ലാസിഫിക്കേഷൻ ഓൺ അതർ കമ്പനീസ് എന്തൊക്കെയാണ്, രജിസ്ട്രേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, അസോസിയേറ്റഡ് കമ്പനീസ്, ഫോറിൻ കമ്പനീസ്, സെക്ഷൻ 8 കമ്പനീസ്, ദെൻ സെക്ഷൻ 8 കമ്പനീസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താ നോക്കാം.
ഫസ്റ്റ് വരുന്നത് രജിസ്റ്റേർഡ് കമ്പനിയാണ്. ദ കമ്പനി കം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി വെൻ ദ റിസീവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫ്രം ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനി. ഓക്കെ, രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു സെൻറ്റൻസ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. എന്താണ്, നമ്മുടെ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസാണ് എന്ത്, കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കണം രജിസ്റ്റേർഡ് കമ്പനി. ദെൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം നിലവിൽ വരുന്ന ഒരു കമ്പനിയാണ് എന്ത്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹോൾഡിംഗ് കമ്പനിയാണ്. ഇൻ കേസ് ഒരു എ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ ഒരു എ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ ബി എന്ന് പറയുന്ന ഒരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, എ എന്ന് പറയുന്ന കമ്പനിയുടെ 50% ആൻഡ് എബോവ് ഷെയർ ആര് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കമ്പനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഹോൾഡ് ചെയ്യുന്ന ബി എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ സബ്സിഡറി കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു ഹോൾഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതിൽ 50% എബോവ് ഷെയർ ചെയ്യുന്നവരെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പം ആ എ എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ എന്തെന്ന് പറയും, സബ്സിഡറി കമ്പനി എന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നത് അസോസിയേറ്റ് കമ്പനിയാണ്. ഒരു കമ്പനി ഇൻഫ്ലുവൻസ് ചെയ്ത് മറ്റൊരു കമ്പനി വരുന്നതിനാണ് അസോസിയേറ്റ് കമ്പനി. അത് ഒരിക്കലും ഒരു സബ്സിഡറി കമ്പനി അല്ല. ദെൻ ഫോറിൻ കമ്പനി എന്താണെന്നാണ്, നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ആക്ട്, കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ഇല്ലാത്തതെല്ലാം എന്താണ്, ഫോറിൻ കമ്പനീസ് ആണ്. ദെൻ സെക്ഷൻ 8 കമ്പനിയാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഹാവിങ് ചാരിറ്റബിൾ നേച്ചറിലുള്ള കമ്പനീസാണ് സെക്ഷൻ 8 കമ്പനീസിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് നോക്കാം. ദെൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. അതിൽ എ കമ്പനി യൂഷ്വലി റൈസ് ദ ക്യാപിറ്റൽ ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ്. പലപ്പോഴും കമ്പനീസ് എല്ലാം തന്നെ അവരുടെ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഏത് വഴിയിട്ടാണ്, ഷെയർസ് വഴിയിട്ടാണ് കൊണ്ടുവരുന്നത്. കാറ്റഗറീസ് ഓഫ് ഷെയർ, പലതരത്തിലുള്ള ഷെയർസ്, പല രീതിയിലാണ് അവർ ഷെയർസ് കോൾഡപ്പ് ചെയ്യുന്നത്. ഏതൊക്കെ വഴിയാണ്, ഫസ്റ്റ് വരുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് കമ്പനീസ് ഓതറൈസേഷൻ ടു ഇഷ്യൂ ബൈ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മെമ്മോറാണ്ടം അസോസിയേഷൻ വഴിയിട്ട് വരുന്ന ഒരു ഷെയറാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് നോമിനൽ ഓർ രജിസ്ട്രേർഡ് ക്യാപിറ്റൽ എന്ന് എന്തിനെ പറയുന്നുണ്ട്, ഈ ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് എന്താണ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് ഓഫേർഡ് ഫോർ എ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ഈസ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കമ്പനി അല്ലെങ്കിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസിലായിരിക്കും, BCOമിലായിരുന്നാലും BBAയിലൊക്കെ കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിലായിരിക്കും നിങ്ങൾ ഈ ഒരു സംഭവമൊക്കെ, ഈ ഒരു ക്യാപിറ്റലും അതുപോലെ തന്നെ ഷെയർസ് എന്താണെന്ന് മനസ്സിലാവാത്തൊരു കൂടിയും ഈ ഒരു ക്ലാസ് കാണുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഷെയർസ്, ആ ഒരു ഡെഫിനിഷനും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഈ ഷെയർസിൻ്റെ ഒക്കെ ജസ്റ്റ് ഒരു പേര് പഠിച്ച് വെച്ചിരുന്നാൽ തന്നെ ധാരാളമാണ്. ഓക്കെ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നാച്ചുറൽ ക്ലാസ്സസ് ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് ഷെയർസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, കമ്പനീസ് ആക്ട് എന്താണ് ഷെയർസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർ എന്നും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ എന്നും. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടൈപ്പ് ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല, വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇവർക്ക് എന്ത് കിട്ടും, ഡിവിഡൻറ്റ് കിട്ടും. ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡിവിഡൻറ്റ് കിട്ടും. ഒരു മാസം തോറും ഒരു എമൗണ്ട് ഡിവിഡൻ്റായിട്ട് കിട്ടും. ദെൻ നെക്സ്റ്റ് ഈ ഒരു പ്രിഫറൻസ് ഷെയർസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്നും അതുപോലെ തന്നെ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്നുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ വീണ്ടും റെഡീമബിലിറ്റിയുടെ ബേസിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്നും ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്നും, പിന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർസ് ദാറ്റ് ഹാവ്
റൈറ്റ് ടു ക്ലെയിം ഡിവിഡൻഡ് ഫോർ ദോസ് ഇയേഴ്സ് ഓൾസോ ഫോർ വിച്ച് വെയർ നോ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇല്ലാത്ത ഇയറിൽ പോലും, ഓക്കെ, ഒരു കമ്പനിക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ഇല്ല, ആ ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത ഇയറിൽ പോലും എന്ത് ഡിവിഡൻഡ് കിട്ടാൻ റൈറ്റുള്ള പ്രിഫറൻസ് ഷെയർസാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. ദീസ് ആർ പ്രിഫറൻസ് ഷെയർ വിച്ച് ആർ റെഡീമബിൾ അറ്റ് എ പർട്ടിക്കുലർ പീരീഡ്. ഓക്കെ, ഷെയർസ് എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് എടുക്കാൻ പറ്റുന്നത്, നമുക്ക് കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ ഇയറിൽ. ഓൾറെഡി നമ്മൾ ഈ ഒരു പ്രിഫറൻസ് ഷെയർ കൊണ്ടുവന്നപ്പോഴേ ഗ്യാരണ്ടി ചെയ്തുള്ള ഒരു ഇയറിൽ മാത്രമേ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ വരുന്നത് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. ദ ഷെയർസ് വിച്ച് കനോട്ട് ബി റെഡീംഡ് അൺലെസ് ദ കമ്പനി ഈസ് ലിക്വിഡേറ്റഡ്. ഓക്കെ, കമ്പനി അടച്ചുപൂട്ടി പോകുന്ന ടൈമിലല്ലാണ്ട് ഷെയർസ് എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഓക്കെ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ്, എന്തെങ്കിലും സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു ഇയറിൽ പ്രോഫിറ്റ് കിട്ടി, അവർക്ക് കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് തീർത്ത് കഴിഞ്ഞ് അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സർപ്ലസ് പ്രോഫിറ്റ് ആർക്ക് എടുക്കാനായിട്ട് സാധിക്കും? ഈ ടൈപ്പ് പ്രിഫറൻസ് ഷെയർസിന് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഡിവിഡൻഡ് അവർക്ക് കിട്ടും, ബട്ട് സർപ്ലസ് ഒന്നും വന്നാൽ അവർക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ദെൻ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ടൈപ്പ് പ്രിഫറൻസ് ഷെയർസിനെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നോൺ കൺവേർട്ടബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇക്വിറ്റി ഷെയർസ് എന്താണെന്നാണ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് എ പ്രിഫറൻസ് ഷെയർസ്. ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ റൈറ്റ് കിട്ടുന്നത്, ഓണർഷിപ്പിനായിട്ട് റൈറ്റ് കിട്ടുന്നത്. ദ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസ് നമുക്ക് എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് വഴി ഇഷ്യൂ ചെയ്യാം. ദ റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ദെൻ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. ഇതിലൊക്കെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിത് പറഞ്ഞാൽ സത്യത്തിലൊന്നും മനസ്സിലാകത്തില്ല. സംഭവം നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഹയർ സ്റ്റഡീസിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കമ്പനി അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾ പഠിക്കുമ്പോൾ മാത്രം, ആ ഒരു പോർഷനിൽ നിങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. ഇത് വായിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുമ്പോൾ പോലും നിങ്ങൾക്കൊന്നും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എൻ്റെ മെയിൻ ഹെഡിങ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇനി കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. കുറച്ച് കറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നില്ല, പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ബാക്കി ചാപ്റ്റേഴ്സും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കിത് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ